ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അൺസ്കിൽഡ് ജോലി നോക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം സ്പെയിനിലേക്ക് അവരുടെ സീസണൽ വർക്ക് വിസയുടെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 2024 അവസാനം 2025 എന്നീ വർഷങ്ങളിലേക്കുള്ള വേക്കൻസികളാണ് ഇപ്പോൾ അവർ തുറന്നിട്ടുള്ളത്. അഗ്രികൾച്ചറൽ, കൺസ്ട്രക്ഷൻ, ഹോട്ടൽ ആൻഡ് ടൂറിസം എന്നീ മേഖലകളിലേക്കാണ് വേക്കൻസികൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പ്രത്യേകം ക്വാളിഫിക്കേഷൻ്റെയോ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെയോ കാര്യം അവർ പറഞ്ഞിട്ടില്ല. എവിടെ നിന്ന് നമുക്ക് ഈ ജോലി കണ്ടുപിടിക്കാൻ പറ്റും, എത്രത്തോളം സാലറി കിട്ടും, അതുപോലെ തന്നെ ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ക്വിക്കായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. 3 കാറ്റഗറിയിലേക്കുള്ള വർക്ക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന്റെ ആദ്യത്തെ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ വർക്ക്സ് ആണ്. അഗ്രികൾച്ചർ വർക്ക്സിന്റെ കീഴിൽ വരുന്നത് ഫ്രൂട്ട് പിക്കിങ്ങും അതുപോലെ തന്നെ വീനിയാർഡ് വർക്ക്സുമാണ്. ഒക്ടോബർ ഡിസംബർ എന്നീ മാസങ്ങളിൽ ഒലിവ് കായും, ലേറ്റ് സമ്മർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തിരിയും, സ്പ്രിംഗ് സീസണിലെ സ്ട്രോബെറി ഹാർവെസ്റ്റിംഗുമാണ് ഫ്രൂട്ട് പിക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വൈൻ മേക്കിംഗ് പ്രോസസ്സിനും സീസണൽ വർക്കേഴ്സിന്റെ ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലേക്കാണ്. ഇതിന്റെ കീഴിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസം ആൻഡ് റെസ്റ്റോറന്റ് ഫീൽഡിലേക്ക് ഒരു കൂട്ടം ആൾക്കാരിനെയും പിന്നെ വേണ്ടത് ടൂറിസ്റ്റ് ഗൈഡിനെയുമാണ്. അതായത് വെയിറ്റേഴ്സ്, ഷെഫ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, റിസപ്ഷനിസ്റ്റ് എന്നിങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെയാണ് പല സീസണുകളായിട്ട് അല്ലെങ്കിൽ ഓരോ ഫെസ്റ്റിവൽ അനുസരിച്ച് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കാണ്. അതായത് സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു ഷോർട്ട് ടേം പ്രോജക്റ്റ് ആണ്. ഔട്ട്ഡോർ റിനോവേഷൻസിന് വേണ്ടിയിട്ട്, അതായത് റോഡിന്റെ, ബിൽഡിങ്ങിന്റെ, റിസോർട്ടിന്റെ ഒക്കെ റിനോവേഷൻസിന് വേണ്ടിയിട്ടാണ് ആൾക്കാരെ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. ഇനി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സാലറികൾ എത്രയാണെന്ന് കൂടി നോക്കാം. അഗ്രികൾച്ചർ വർക്കിനാണെങ്കിൽ ഏകദേശം 800 യൂറോ തൊട്ട് 1500 യൂറോ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ടൂറിസം മേഖലയിലെ ജോലികളാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ 1200 യൂറോ തൊട്ട് 2500 യൂറോ വരെ നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിലേക്കാണെങ്കിൽ 1800 യൂറോ തൊട്ട് ഏകദേശം 2800 യൂറോ വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അത്യാവശ്യം നല്ല സാലറിയാണ് സീസണൽ വർക്കേഴ്സിന് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിനുള്ളത്. ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻസ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും. റെസിഡൻസ് പെർമിറ്റ് നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയെയും ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും റെസിഡൻസ് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും ഇവിടെ ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇൻഫർമേഷൻ ഒക്കെ ഓക്കെ ആണ് ബ്രോ, നമ്മൾ എങ്ങനെ ഒരു എംപ്ലോയറിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും? അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സൈറ്റുകളാണ്. ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാൻ പറ്റിയ കുറച്ച് സൈറ്റുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, നമുക്ക് ആവശ്യമായ ജോലി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോഴും നിങ്ങൾ പൈസ കൊടുത്തിട്ടുള്ള ഒരു പരിപാടിക്കും നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അൺസ്കിൽഡ് വർക്ക്സ് അല്ലെങ്കിൽ സീസണൽ വർക്ക്സ് അവൈലബിൾ ആയിട്ടുള്ള ചില കമ്പനികൾ അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകളാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത്. അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും എടുത്ത് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതുവഴി കയറി നോക്കാവുന്നതാണ്. ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെ നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെറും 90 യൂറോ മാത്രമാണ്, അതായത് ഏകദേശം 9000 രൂപ മാത്രമാണ് നമുക്ക് ചിലവ് വരുന്നത്. ഒരു സ്പാനിഷ് എംപ്ലോയറെ കണ്ടുപിടിക്കുക, അവരിൽ നിന്നൊരു വാലിഡ് ഓഫർ ലെറ്റർ കിട്ടുക, അതിനുശേഷം വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. ഇതാണ് അതിന്റെ നോർമൽ പ്രൊസീജിയർ. പറയുമ്പോൾ എളുപ്പമാണ്, എന്നാലും ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. എന്നാലും നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ഇനി ഓഫർ ലെറ്ററിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് കയറി നോക്കുക. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ആവശ്യമുള്ളവരൊക്കെ ഇപ്പോൾ ആ സൈറ്റിൽ കയറി ഏതെങ്കിലും ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തിക്കോ. ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു.